ആഫ്രിക്കയിൽ ഞാൻ പല ഭാഷകൾ ഉള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ എത്രയോ ഭാഷകൾ. പക്ഷേ നമുക്കൊന്നുമല്ലെങ്കിൽ ഇന്ത്യയിൽ എത്ര ഭാഷയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു കൾച്ചറിന്റെ ഒരു സ്വാധീനമെങ്കിലും ഉണ്ട്. ആഫ്രിക്ക നമ്മുടെ കൾച്ചറുമല്ല. അങ്ങനെ കൾച്ചറും ലാംഗ്വേജും എല്ലാം ഡിഫറന്റ് ആയിട്ടുള്ള ആ ആളുകളെ അവർക്കും ഞാൻ ആരാണ്? കടക്കാരനാണ്. അവർക്ക് ഞാൻ കടക്കാരനാണെങ്കിൽ എന്റെ അയൽക്കാരന് ഞാൻ എത്രയധികം. ഹല്ലേലൂയ. അതുകൊണ്ട് അവരുടെ കാര്യം എന്താണ്? അവരുടെ നിത്യത എന്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് ഞാൻ കടക്കാരൻ എന്ന് പറയുന്നത്. ഞാനിത് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ അവർ നശിച്ചു പോകും. അതുകൊണ്ട് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ, റോമൻസ് ചാപ്റ്റർ 1:15 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത്, അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. റോം വാസ് വെരി ഫാർ. പക്ഷെ പോൾ പറയാണ്, ഞാൻ എല്ലാവർക്കും കടക്കാരനാണ്. അതെത്ര ദൂരെയാണെങ്കിലും, എത്ര യാത്ര ചെയ്യേണ്ടി വന്നാലും, എത്ര കപ്പൽ ഛേദമുണ്ടായാലും, എത്ര പ്രയാസപ്പെടേണ്ടി വന്നാലും നിങ്ങൾക്ക് ഞാൻ കടക്കാരനാണ്. ഞാൻ കടക്കാരനാണ്. കാര്യം എന്റെ കയ്യിൽ, ഞാൻ എല്ലാവർക്കും കടക്കാരനാണ്. റോമയിലുള്ള നിങ്ങൾക്ക് ഞാൻ കടക്കാരനാണ്. കാര്യം എന്റെ കയ്യിൽ എന്തോ ഉണ്ട്? ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങളെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുവാൻ ശക്തിയുള്ള സുവിശേഷമാണത്. രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. ആ മെസ്സേജ് എന്റെ കയ്യിലുള്ളതുകൊണ്ട്, ആ വചനം എന്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കടക്കാരനാണ്. ഇത് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ ഇവൻ എങ്ങോട്ട് പോവുകയാണ്? നരകത്തിലേക്ക് പോവുകയാണ്. കർത്താവ് കാൽവറി ക്രൂശിൽ എല്ലാ മനുഷ്യരുടെയും പാപങ്ങളെ ക്ഷമിച്ചു. പക്ഷേ ആ ക്ഷമയുടെ വചനം, മെസ്സേജ് നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു വലിയ ഇതാണല്ലോ ദയാഹർജി, അല്ലേ? ഞാനിപ്പോൾ ഒരു സംഭവം I made a mistake and I was shut up in jail and ഒരു വധശിക്ഷയ്ക്ക് ഞാൻ വിധിക്കപ്പെട്ടു എന്ന് വെക്കുക. ഇപ്പൊ എത്രയോ ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ചും ഈവൻ ടുഡേ there was something like that. പ്രണബ് മുഖർജി ദയാഹർജി തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞു. സപ്പോസ് പ്രണബ് മുഖർജി ഈ ദയാഹർജി അംഗീകരിച്ചെന്ന് വെക്കുക. അംഗീകരിച്ചിട്ട് ഈ ദയാഹർജിയിൽ നിന്ന് ക്ഷമയുടെ ഒരു പേപ്പർ, ദാറ്റ് ഈസ് എ പാർഡൻ നോട്ട്, പ്രസിഡന്റ് എന്ത് ചെയ്യണം? ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു പാർഡൻ നോട്ട്. ഒരു വ്യക്തി കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആദ്യം കോടതിയിൽ അവൻ ചെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ആദ്യം ഒരു കുറ്റവാളി കുറ്റം ചെയ്ത് കോടതിയിൽ ആദ്യം ചെല്ലുമ്പോൾ അഡ്വക്കേറ്റിനെ കൊണ്ടാണ് ചെല്ലുന്നത്. അഡ്വക്കേറ്റ് പറയുന്നത് ഇവൻ നിരപരാധിയാണെന്ന്. ഏതെങ്കിലും അഡ്വക്കേറ്റ് ഇവൻ പാപം തെറ്റ് ചെയ്തെന്ന് പറഞ്ഞോടിയല്ലോ? ഇല്ല, നിരപരാധിയാണ്. പക്ഷേ തെളിവുകൾ അവന് വിരോധമാകുമ്പോൾ അവനെ കൊലക്കുറ്റത്തിന് അല്ലെങ്കിൽ അവനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാൾ പ്രസിഡന്റിന്റെ അടുത്ത് ചെല്ലുന്നത് ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ടാണോ? അല്ല. അങ്ങനെ പറഞ്ഞാൽ അവിടെ ഒന്നും കിട്ടത്തില്ല. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ചെല്ലുന്നത് ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം, എന്നോട് ദയ കാണിക്കണം. ഇതുപോലെ മതങ്ങളിൽ നമ്മൾ പലപ്പോഴും നീതിമാനാണെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നു. പക്ഷേ നമ്മൾ ആരും നീതിമാന്മാരല്ല എന്നുള്ളത് ദൈവം വിധിച്ചു. നമ്മുടെ പാപങ്ങളെ മുഴുവൻ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ വഹിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ദൈവത്തിന്റെ അടുത്ത് ചെല്ലുന്നത് ഞാൻ തെറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞല്ല. എന്താ പറഞ്ഞായിരുന്നത്? ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ടേ ദൈവത്തിന്റെ അടുത്തോട് ചെല്ലാൻ പറ്റുള്ളൂ. ഞാൻ പാപിയല്ല എന്ന് പറഞ്ഞാൽ ആരും ദൈവത്തിന്റെ അടുത്ത് ചെന്നിട്ട് കാര്യമില്ല, കാര്യം ആർക്കും നിലനിൽപ്പില്ല. അങ്ങനെ നമ്മൾ ദയയ്ക്ക് വേണ്ടിയാണ് അപേക്ഷിക്കുന്നത്. ചുങ്കക്കാരൻ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവനെന്താ പറയുന്നത്? കർത്താവേ, പാപിയായ എന്നോട് കരുണ തോന്നണമെന്നാണ്. പരീശൻ ചെന്ന് പറഞ്ഞത് ഞാൻ നീതിമാനാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ചുങ്കക്കാരൻ പറഞ്ഞെന്താണ്? ഞാൻ പാപിയാണ്. നീതിമാനാണെന്ന് പറഞ്ഞവൻ നീതീകരിക്കപ്പെടാതെ മടങ്ങിപ്പോയി. പാപിയാണെന്ന് പറഞ്ഞവൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി. കാര്യം അവന് ദയ കിട്ടി. ഇതുപോലെ ദൈവം ദയയ്ക്കായി അപേക്ഷിക്കുന്ന ഓരോരുത്തർക്കും യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ തന്നെ അവരുടെ എല്ലാം പാർഡൻ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. When Jesus died on the cross, all the sins of all mankind is pardoned. എന്നാൽ ഈ പാർഡൻ നോട്ട് ദൈവത്തിന്റെ കയ്യിലിരുന്നാൽ, അല്ലെങ്കിൽ ഈ പാർഡൻ നോട്ട് നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. ഈ പാർഡൻ നോട്ട് പ്രസിഡന്റ് എഴുതുന്നത് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നും ജയിലിൽ വരണം. ജയിലിൽ വന്ന് ഇവന്റെ കയ്യിൽ ഈ പാർഡൻ നോട്ട് കിട്ടുമ്പോൾ മാത്രമാണ് ഇവൻ ഇതുമായിട്ട് ചെന്ന് ഇതാ പ്രസിഡന്റ് എനിക്ക് ക്ഷമ തന്നിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത്. പ്രണബ് മുഖർജി അദ്ദേഹത്തിന്റെ ഓഫീസിലെ അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കയ്യിൽ ഇന്നലെ ദയയ്ക്ക് വേണ്ടി അപേക്ഷിച്ച ആളുടെ പാർഡൻ നോട്ട് എഴുതി കൊടുത്തെന്ന് വെക്കുക. പക്ഷെ ഈ ആഴ്ച അയാൾ സ്വിറ്റ്സർലൻഡിൽ ഒരു ടൂറിന് പോയിരിക്കുകയാണ്. അയാൾ ഈ പാർഡൻ നോട്ടും പോക്കറ്റിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിൽ പോയി. അടുത്ത തിങ്കളാഴ്ച ഇയാളെ തൂക്കിക്കൊല്ലുകയാണെങ്കിൽ പ്രസിഡന്റ് ക്ഷമിച്ചു എന്നുള്ളത് ശരിയാണ്.
പക്ഷെ പാർഡൻ നോട്ട് ഇയാളുടെ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് ഇയാളുടെ വധശിക്ഷ നടപ്പാകും. ഇല്ലേ? കാര്യം കോടതി വിധിച്ച കാര്യം നടന്നേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ? ഇവിടെ ആരാണ് കുറ്റക്കാരൻ? പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ലഭിച്ച പാർഡൻ നോട്ട് ഇവന്റെ കയ്യിൽ കൊടുക്കാതെ ഇത് വിട്ടുകൊണ്ട് സ്വിറ്റ്സർലൻഡിൽ ടൂറടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അവനെ വിളിക്കുന്നത് അവൻ കൊലയാളിയാണെന്നേ പറയത്തുള്ളൂ. ഇല്ലേ? ആ കൊലയാളി ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ അവന് കഴിയുമായിരുന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? അതിന് പരിശ്രമിക്കാതെ പാർഡൻ നോട്ടും പോക്കറ്റിട്ടുണ്ട് ടൂറടിക്കാൻ പോയി, കുടുംബത്തെയും കൂട്ടി എന്നല്ലേ പറയത്തുള്ളൂ. ഇതേപോലെ തന്നെയാണ് കാൽവറി ക്രൂശിൽ യേശു കർത്താവ് മരിച്ചപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും പാർഡൻ നോട്ട് എഴുതി അവനത് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. നിരപ്പിന്റെ സന്ദേശം, ദ മെസ്സേജ് ഓഫ് റിക്കൺസിലിയേഷൻ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇനി എന്റെ ജോലി ഈ നിരപ്പിന്റെ സന്ദേശം ആർക്കൊക്കെ നിരപ്പ് പ്രാപിക്കണോ അവന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കാനാണ്. ചെല്ല് ഇതുമായിട്ട് യേശുവിന്റെ അടുത്തോട്ട്, അവൻ നിന്നെ നിരപ്പിച്ചിരിക്കുന്നു. ഇത് ദയാ ഹർജി കൊടുത്തവന് ദൈവം കൊടുക്കുന്ന ക്ഷമയുടെ പാർഡൻ നോട്ടാണ്. അത് പോക്കറ്റിട്ടുണ്ട് നടക്കുക നമ്മൾ. അതുകൊണ്ട് അപ്പോൾ പറയുന്നത്, കർത്താവ് എന്നെ ഈ മെസ്സേജ് ഓഫ് റിക്കൺസിലിയേഷൻ എന്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഇതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും രക്ഷപ്പെടാം. പ്രസിഡന്റിന്റെ പാർഡൻ നോട്ട് എന്റെ കയ്യിൽ കിടക്കുകയാണ്. അതാണ് സുവിശേഷം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അയൽക്കാരന് ഈ പാർഡൻ നോട്ട് കിട്ടാതെ മരിച്ചുപോയി കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കേണ്ട പേര് കൊലയാളി എന്നാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ജനങ്ങൾക്ക് ഈ പാർഡൻ നോട്ട് കിട്ടാതെ അവർ മരിച്ചാൽ നിങ്ങളെ വിളിക്കേണ്ട പേര് കൊലയാളി എന്നാണ്. നിങ്ങളുടെ അനാസ്ഥ കൊണ്ട് ആരെങ്കിലും സുവിശേഷം കേൾക്കാതെ നശിച്ചുപോയി കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കേണ്ട പേര് കൊലയാളി എന്നാണ്. കാര്യം നിങ്ങൾ അവരുടെ ജീവൻ, അവരുടെ നിത്യത എന്റെ കയ്യിലാണ്. കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് നിരപ്പിന്റെ ശുശ്രൂഷ. യേശു കർത്താവ് നിരപ്പിന് വേണ്ടി എന്ത് ആവശ്യമുണ്ടോ അത് കാൽവറി ക്രൂശിൽ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി അവനൊന്നും ചെയ്യാനില്ല, ഇനി ചെയ്യാനുള്ളത് നീയാണ്. അതുകൊണ്ട് പോൾ പറയാണ്, ഞാൻ കടക്കാരൻ. ആർക്കൊക്കെ? ഞാൻ യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും എല്ലാവർക്കും ഞാൻ കടക്കാരൻ. കാരണം അവരുടെ നിത്യത എന്റെ കയ്യിലാണ്. പാർഡൻ നോട്ട് കർത്താവ് എന്റെ കയ്യിൽ തന്നിരിക്കുക. ഇന്ന് രാത്രി പാർഡൻ നോട്ട് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ സുവിശേഷം അറിയിക്കുന്നതിൽ വിമുഖത കാണിക്കാനായിട്ട് പാടില്ല. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കണം. കർത്താവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ ക്ഷമയുടെ ചീട്ട് അതാരുടെ കയ്യിൽ കൊടുക്കണമോ അവരുടെ കയ്യിൽ ഞാൻ കൊടുക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ കടക്കാരനാണ്. പ്രിയമുള്ളവരെ, ആർക്കൊക്കെ? വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രമല്ല. അവനോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജോലിക്കാരോട് നിങ്ങൾ കടക്കാരനാണ്. നിങ്ങളുടെ ഗ്രോസറി ഷോപ്പിലെ ഓണറോട് നിങ്ങൾ കടക്കാരനാണ്. നിങ്ങൾ ടാക്സി വിളിക്കുന്നെങ്കിൽ ആ ടാക്സി ഡ്രൈവറോട് നിങ്ങൾ കടക്കാരനാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളോട് we need to have an access with the students who is studying with your child. Why can't you just call them to your home and tell? നിങ്ങൾ കടക്കാരനാണ്. നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ മറ്റു കുട്ടികളോട് നിങ്ങൾ കടക്കാരനാണ്. പ്രിയമുള്ളവരെ, ഇന്നെന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്കിത് ഒരു സന്ദേശമായി ഏറ്റെടുക്കാൻ പറ്റുമോ? കർത്താവേ, ഞാനൊരു കടക്കാരനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഐ എം എ ഡെപ്റ്റർ. ഓ ലോർഡ്, ഐ എം എ ഡെപ്റ്റർ. നീ കാൽവറി ക്രൂശിൽ നേടിയെടുത്ത, ജീവൻ കൊടുത്ത് നേടിയെടുത്ത ദയയുടെ, ഹല്ലേലൂയ, ആ ക്ഷമയുടെ ചീട്ട് എന്റെ കയ്യിൽ നീ തന്നിരിക്കുകയാണല്ലോ. പക്ഷെ അത് പോക്കറ്റിലിട്ട് ഞാൻ എവിടെയെല്ലാം നടക്കുന്നു. എന്റെ സുഖങ്ങൾക്ക് വേണ്ടി ഞാൻ നടക്കുന്നു. എന്റെ പട്ടണം നശിക്കുമ്പോൾ, എന്റെ ഗ്രാമം നശിക്കുമ്പോൾ, കർത്താവേ, എന്റെ ചുറ്റുമുള്ള ആളുകൾ നശിക്കുമ്പോൾ, എന്റെ സ്ട്രീറ്റിലുള്ള ആളുകൾ നശിക്കുമ്പോൾ, എന്റെ ഫ്ളാറ്റിൽ താമസിക്കുന്ന മറ്റുള്ളവർ ഈ പാപമോചനത്തിന്റെ ചീട്ട് ലഭിക്കാതെ നശിക്കുമ്പോൾ ഞാൻ സുഖമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്നുവരെ അയൽവക്കത്തെ വീട്ടിൽ കയറി ഈ ചീട്ട് ആരുടെയും കയ്യിൽ കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ആരാധന ദൈവസന്നിധിയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾ കടക്കാരൻ. കർത്താവ് പഠിപ്പിച്ചു, നിങ്ങൾ ആരാധിക്കാൻ ചെല്ലുമ്പോൾ ആരോടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കടക്കാരനാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ആദ്യം ചെന്ന് അത് വീട്ടാനാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ ഫ്ളാറ്റിലുള്ള ആളുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ മുന്നിൽ കാവൽ നിൽക്കുന്ന ഒരു കാവൽക്കാരൻ, നിങ്ങൾ പക്ഷേ അയാളെ കാണുന്നത് വളരെ ഡൗൺ സ്റ്റേജിലാണെങ്കിലും അയാളുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. നിങ്ങൾ അയാൾക്ക് കടക്കാരനാണ്. അയാളോടൊന്ന് സംസാരിക്കുമോ, ഒന്ന് പറയുമോ, ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല,
കർത്താവ് 2000 വർഷം മുമ്പ് നിന്റെ പാപങ്ങളെ മോചിക്കാൻ വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു. നിന്റെ പാപങ്ങൾ ഇതാ മോചിക്കപ്പെട്ടു, ഇതാ ചീട്ട, ഇതും കൊണ്ട് ചെന്ന് കർത്താവിനോട് അപേക്ഷിച്ചാൽ മതി. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പക്ഷേ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കേൾക്കാത്തവനെ എങ്ങനെ വിശ്വസിക്കും? ആരും പറയാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ? ആരും പോകാതെ എങ്ങനെ പറയും? ആരും അയക്കാതെ എങ്ങനെ പോകും? ഇന്ന് രാത്രി നമ്മൾ പറയുക, കർത്താവേ, ഞാനൊരു കടക്കാരനാണെന്ന് മനസ്സിലാക്കുന്നു. പാഠൻ നോട്ട് എഴുതി എന്റെ കയ്യിൽ തന്നിരിക്കുക, പക്ഷെ ഞാൻ എന്റെ സുഖങ്ങൾക്ക് വേണ്ടി പോവുകയാണ്. എന്റെ പോക്കറ്റിൽ അനേകരുടെ പാഠൻ നോട്ട് കൊടുക്കാൻ ബാക്കി കിടക്കുകയാണ്. ഒരു പോസ്റ്റ്മാനെ പോലെ പലരുടെ വീടുകളിൽ കയറി ഇറങ്ങി ഇത് കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എത്ര പേര് ദൈവസന്നിധിയിൽ പറയും, കർത്താവേ, ഞാനൊരു കടക്കാരനാ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുമ്പിൽ, കർത്താവേ, ഈ നോട്ട് കൊണ്ട് കൊടുക്കാനായിട്ട് എന്നെ ഏൽപ്പിക്കണമേ. എന്റെ കയ്യിൽ നീ തന്നിരിക്കുന്നല്ലോ, ഈ നിരപ്പിന്റെ ശുശ്രൂഷ എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നുവല്ലോ. അതിനുവേണ്ടി കഷ്ടം സഹിച്ചാലും പ്രയാസം സഹിച്ചാലും ഒരുപക്ഷെ അയാൾ എന്നെ അറിയാതെ തല്ലിയാലും ഞാൻ ഈ പാഠനോട്ട് അയാളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. കാരണം ഞാൻ കടക്കാരനായില്ലെങ്കിൽ അവൻ നരകത്തിൽ പോകും. അവന് ജീവിക്കാൻ, നിത്യജീവൻ ലഭിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും യവനനും രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. വേറെ ഒന്നുമില്ല. ഓക്സിജൻ ഒഴികെ വേറെ ഒന്നും ശ്വസിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ, കർത്താവ്, എനിക്കറിയാം യേശുവിനെ ശ്വസിക്കുകയല്ലാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ വേറെ ഒരു മാർഗവുമില്ല. പക്ഷെ ജനങ്ങൾക്കത് അറിയില്ല കർത്താവ്. അവർ പല ഗ്യാസസ് ശ്വസിച്ച് ശ്വാസം മുട്ടി മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഇല്ല, ഇതാ ഓക്സിജൻ എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ നീ എന്നെ ഫലമേൽപ്പിച്ചിരിക്കുകയാണല്ലോ. Hallelujah. The message of reconciliation നീ എന്റെ കയ്യിൽ തന്നിരിക്കുകയാണല്ലോ. The ministry of reconciliation നീ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. അത് നിർവഹിക്കാതെ എന്റെ സുഖങ്ങൾക്ക് വേണ്ടി പോയ എന്റെ കഴിഞ്ഞ കാലത്തെ നീ ക്ഷമിക്കണമേ കർത്താവേ. ഞാനൊരു കടക്കാരനെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നെ കർത്താവേ ജനങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കണമേ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഞാനൊരു കടക്കാരനാ കർത്താവേ. ഒച്ചത്തിൽ തന്നെ കർത്താവിന്റെ പറ, കർത്താവേ, I understand that I am a debtor. ഞാനൊരു കടക്കാരനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി അങ്ങനെ കഴിയാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് ഈ കടം വീട്ടണം കർത്താവേ. ജനങ്ങളുടെ മധ്യത്തിലേക്ക്, എന്റെ അയൽക്കാരുടെ മധ്യത്തിലേക്ക്, എന്റെ ഫ്ളാറ്റിലെ എന്റെ ജനങ്ങളുടെ അടുത്തേക്ക്, എന്റെ സ്കൂളിലേക്ക്, എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്കൊക്കെ എന്നെ അയക്കണമേ കർത്താവേ. ഈ പാഠൻ നോട്ട് അവരുടെ ടീച്ചേഴ്സിനും അവരുടെ സ്റ്റുഡൻസിനും ഒക്കെ കൊണ്ട് കൊടുക്കാൻ എന്നെ സഹായിക്കണേ കർത്താവേ. ഞാൻ കടക്കാരൻ, ഞാൻ ജ്ഞാനികൾക്ക് കടക്കാരൻ, ഞാൻ അജ്ഞാനികൾക്ക് കടക്കാരൻ, ഞാൻ ബർബരന്മാർക്ക് കടക്കാരൻ. എന്നെ അയക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഈ നിരപ്പിന്റെ ശുശ്രൂഷയുടെ പങ്കാളിയാകാൻ, ക്രിസ്തുയേശുവിന്റെ കഷ്ടത്തിൽ പങ്കാളിയാകുവാൻ, അതിനുവേണ്ടി എന്തും സഹിക്കാൻ ഞാൻ ഏൽപ്പിച്ചു തരിക കർത്താവേ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായതിനെ പൂരിപ്പിക്കത്തക്ക നിലയിൽ എനിക്കും കഷ്ടങ്ങളിലൂടെ തന്നെ കർത്താവേ ഈ കാര്യത്തെ നിർവഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. അതിനുവേണ്ടി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു കർത്താവേ. നിന്റെ കൃപ എന്റെ മേൽ ചൊരിയണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ.